മലയാളത്തിന് കരുത്തുറ്റ സാഹിത്യകൃതികൾ സംഭാവന ചെയ്ത പോൾ സക്രിയ ആഫ്രിക്കയുടെ ഹൃദയഭൂമികളിലൂടെ കടന്നുപോയപ്പോൾ ലഭിച്ച അറിവുകളും അനുഭൂതിയുമാണ് ഒരു ആഫ്രിക്കൻ യാത്ര എന്ന കൃതി. അതിലെ ഒരു ഭാഗമാണ് പൊരിച്ച മീനിൻ്റെ മന്ത്രവാദിനി. ദക്ഷിണാഫ്രിക്കയിൽ എത്തിയപ്പോൾ അദ്ദേഹം കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവ്യവസ്ഥ, സ്വാതന്ത്ര്യ സമര ചരിത്രം, ചരിത്ര സ്മാരകങ്ങൾ, വിനോദസഞ്ചാരം തുടങ്ങി നിരവധി മേഖലകൾ ഇവിടെ പരാമർശിക്കപ്പെടുന്നു. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഇതിനോടൊപ്പം തന്നെ വിലയിരുത്തൽ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി കൊടുക്കുന്നുണ്ട്. ആഫ്രിക്കയിലൂടെയുള്ള സഞ്ചാരത്തിനിടയിൽ ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇരുഭാഗങ്ങളിലും കാണുന്ന ധാന്യവയലുകളും വിളകളും പഴവർഗ്ഗങ്ങളും നിറഞ്ഞ ദക്ഷിണാഫ്രിക്കൻ മഹാസമതലം ആനന്ദദായകമായിരുന്നു. തിരക്കേറിയ റോഡിലൂടെ ട്രാഫിക് നിയമം പാലിച്ചായിരുന്നു യാത്ര. ട്രാഫിക് നിയമം ലംഘിച്ച് യാത്ര ചെയ്യുന്ന കേരളത്തെക്കുറിച്ച് ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. ആഫ്രിക്കയിലെ പ്രധാന ഹൈവേയിലെ നിരവധി മേൽപ്പാലങ്ങൾ ഓരോന്നും വ്യക്തമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. വർഗീയതയും വർണ്ണവിവേചനവും ഒരറ്റത്തുണ്ടെങ്കിലും പ്രകൃതിയുടെ മനോഹാരിത നഷ്ടമാകാതെ വെള്ളക്കാരൻ ചെയ്തു വച്ചിട്ടുള്ള പൊതുമരാമത്ത് ജോലികൾ വളരെ ശ്രദ്ധേയമാണ്. സാമൂഹിക മാറ്റത്തിന് മുൻപന്തിയിൽ നിന്ന കറുത്ത വർഗക്കാരെ ഭരണത്തിൽ നിന്നും പൊതുധാരയിൽ നിന്നും അകറ്റി നിർത്തിയത് ചരിത്രപരമായ നിഷ്ഠൂരതയെന്നാണ് ഇവിടെ കുറിക്കുന്നത്. വിശാല പാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പാതയുടെ ഇരുവശവും അലങ്കാര ചെടികളും പൂക്കളും കാണുന്നു. നിശ്ചലമായി പരന്നു കിടക്കുന്ന കുന്നുകളും ചക്രവാളത്തെ തഴുകുന്ന പോലെ സമുദ്രാതിർത്തിയിൽ ഉയർന്നു കാണുന്ന കുന്നുകളും ആരെയും ആകർഷിക്കുന്നതാണ്. ആഫ്രിക്കയിലെ മറ്റൊരു പ്രധാന പട്ടണമായ ഷെപ്സ്റ്റോൺ സമുദ്രതീര വിനോദസഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നു. ഷെപ്സ്റ്റോണിലെ ഒരു റെസ്റ്റോറൻറ്റിലെ ഭക്ഷണശാലയിൽ സുന്ദരിയായ വെള്ളക്കാരി യുവതിയാണ് മത്സ്യത്തിൻ്റെ ചുമതലക്കാരി. അഭിരുചിക്കനുസരിച്ച് ആവശ്യപ്പെടുന്ന മത്സ്യം വലയിലാക്കി തിളങ്ങുന്ന വലിയ കത്തിയും കയ്യിലെടുത്ത് ഒരു മന്ത്രവാദിനിയെപ്പോലെ പാചകപ്പുരയിലെത്തുന്ന ആ സുന്ദരിയെ ആരും അത്ഭുതകരമായി നോക്കി നിൽക്കും. പാഠഭാഗത്തിൻ്റെ പേരിപ്പോൾ ഈ പറഞ്ഞ ആശയവും പേരും കൂടി ഒന്ന് ചേർത്ത് വെച്ച് മനസ്സിലാക്കിയാൽ നന്ന്. പാഠഭാഗം വായിക്കുമ്പോൾ ഏറെ മനസ്സിലാകും. ദർബാനിലേക്ക് എത്തിച്ചേർന്നപ്പോൾ കണ്ട കാഴ്ചകളിൽ കേരളത്തെ അനുസ്മരിപ്പിക്കുന്ന കരിമ്പിൻ തോട്ടങ്ങളും കാണാൻ കഴിഞ്ഞു. ഈ കരിമ്പിൻ തോട്ടങ്ങളിൽ പണിയെടുക്കാനാണ് 1860 കരാർ ജോലിക്കാർ എത്തിയത്. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹം എന്ന പുസ്തകം ഈ കഥകൾ പറയുന്നുണ്ട്. സ്വന്തം മണ്ണിൽ പണി ചെയ്തുകൊണ്ടിരുന്ന കറുത്ത വർഗക്കാർക്കെതിരെ വെള്ളക്കാർ കർശന നിലപാട് സ്വീകരിച്ചു. പ്രകൃതിയിൽ പണി ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന അവരെ വെള്ളക്കാർ അടിമകളാക്കി അമേരിക്കയിലെത്തിച്ച് തോട്ടങ്ങളിൽ പണിയെടുപ്പിച്ചു. ക്രിസ്തുമതത്തിൻ്റെയും മനുഷ്യചരിത്രത്തിൻ്റെയും കറുത്ത അധ്യായമായി ചരിത്രം അതിനെ രേഖപ്പെടുത്തി. ദക്ഷിണാഫ്രിക്കയിൽ അടിമകളാക്കി മാറ്റിയ കറുത്തവർക്ക് ഒരു ആശ്വാസമായിട്ടാണ് ഗാന്ധിജി പൊതുപ്രവർത്തന രംഗത്ത് ആദ്യമായി എത്തുന്നത്. ദർബാർ നഗരത്തിൻ്റെ പാർശ്വങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന പഞ്ചസാര ഫാക്ടറികൾ സ്വന്തം നാടിനെ ഓർമ്മിപ്പിച്ചു. പ്രൗഢിമുഴുത്ത ദർബാർ പട്ടണത്തിൻ്റെ മനോഹാരിത ഒരു മഹാനഗരത്തിൻ്റെ ചാരുത നൽകി. ആൾത്തിരക്കിൻ്റെ ഞെരുക്കമില്ലാതെ അമ്പരചുംബികളായ ആകാശം മുട്ടി നിൽക്കുന്ന ബഹുനില കെട്ടിടങ്ങൾ സ്വച്ഛമൂകമായി നമ്മളിൽ ഏറെ ഓർമ്മകൾ സമ്മാനിച്ചു. പട്ടണം നിശ്ചലമായി. ഞങ്ങൾ യാത്ര തുടർന്നു. എത്ര മനോഹരമായിട്ടുള്ള ഒരു യാത്രാ വിവരണമാണിത്. പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്ന അവധാരണ ചോദ്യങ്ങളും അപഗ്രഥന ചോദ്യങ്ങളും എല്ലാം ഉത്തരം പുസ്തകത്തിൽ അതേപോലെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് പ്രധാനമായ പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പഠിതാക്കൾ തീർച്ചയായിട്ടും പാഠഭാഗം വായിക്കുന്നതിനോടൊപ്പം ശ്രദ്ധ ചെലുത്തി പാഠഭാഗം വായിക്കുക. പിന്നെ ഏത് ചോദ്യത്തിനും ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന സഞ്ചാര സാഹിത്യ കൃതികളുടെ പൊതു സവിശേഷതകളെക്കുറിച്ച് ഒരു ഉപന്യാസം രചിക്കുക എന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരം ഞാൻ ഈ വീഡിയോടൊപ്പം ചേർക്കുന്നുണ്ട്. പൊരിച്ച മീനിൻ്റെ മന്ത്രവാദിനി. ഉണ്ണിയും ചെറിയാനും മാറി മാറി വണ്ടി ഓടിക്കുന്നു. തോമസ് മാത്യു കഥകൾ പറയുന്നു. ഞാൻ കാഴ്ച കാണുകയും സംശയം തീർക്കുകയും ചെയ്യുന്നു. ഡർബനിലേക്കുള്ള ഹൈവേയിലൂടെ ഞങ്ങൾ കുതിച്ചു പായുകയാണ്. ധാന്യവയലുകളും വിളകളും പഴം
തോട്ടങ്ങളും നിറഞ്ഞ ദക്ഷിണാഫ്രിക്കൻ മഹാസമതലം ഞങ്ങൾക്ക് ഇരുവശവും പിന്നോട്ട് പായുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ കാണുന്ന ഇനം പടുകൂറ്റൻ ട്രെയിലർ ലോറികൾ ഇരമ്പിക്കടന്നു പോകുന്നു. ട്രാഫിക് നിയമങ്ങൾ കണിശമായി പാലിച്ചാണ് വാഹനങ്ങളുടെ യാത്ര. ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ ഇന്ത്യക്കാർക്ക് പൊതുവിലും കേരളീയർക്ക് പ്രത്യേകിച്ചുമുള്ള സാംസ്കാരികമായ വൈമനസ്യത്തെപ്പറ്റി ഞാൻ ആലോചിച്ചു. ആഫ്രിക്കയിൽ ഏറ്റവും അധികം ട്രാഫിക് പ്രശ്നങ്ങൾ ഞാൻ കണ്ടത് നൈറോബി നഗരം പോലെ മധ്യ ഉന്നത വർഗ ഇന്ത്യക്കാർ ധാരാളം ജീവിക്കുന്ന ഇടങ്ങളിലാണ്. പൊതുനിരത്ത് തങ്ങൾക്കു മാത്രം അവകാശപ്പെട്ടതാണ് എന്ന പഴയ സവർണ മനോഭാവമായിരിക്കണം ഇന്ത്യയിലെയും കേരളത്തിലെയും ട്രാഫിക് സാംസ്കാരിക ശൂന്യതയുടെ പിന്നിൽ. ഒരിക്കൽ സവർണർക്ക് മാത്രമേ വാഹന സൗകര്യം ഉണ്ടായിരുന്നുള്ളല്ലോ. ഇന്ന് സവർണരും അവർണരുമെല്ലാം വാഹന ഉടമകളാണ്. പക്ഷേ സംസ്കാരം പഴയതുപോലെ തന്നെ. പുതിയ അഹങ്കാരത്തിൻ്റെയും അക്രമവാസനയുടെയും അംശങ്ങൾ അതിലേക്ക് കൂട്ടിച്ചേർത്തിരിക്കുന്നുവെന്ന് മാത്രം. N2 എന്ന പ്രധാന ഹൈവേയിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. നിരവധി മേൽപ്പാലങ്ങൾ ഓരോന്നും വ്യത്യസ്തമായി ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇരിക്കുന്നിടത്തെ പ്രകൃതിയുമായി ഓരോന്നും ഇണങ്ങിച്ചേരുന്നു. നേർവരയിട്ടതുപോലെയുള്ള പാതയിൽ അകലത്ത് നിന്ന് തന്നെ ഈ പാലങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയും. വെള്ളക്കാരനോട് എനിക്ക് രഹസ്യമായി ബഹുമാനം തോന്നി. വർഗീയ വിഷം ചേർന്ന ഭരണ മനഃശാസ്ത്രം ഒരു വശത്ത്, മറുവശത്ത് അവർ ഒരു സാധാരണ പൊതുമരാമത്ത് ജോലിയുടെ വിശദാംശങ്ങളിൽ പോലും കണിശമായ സൗന്ദര്യബോധവും കാര്യക്ഷമതയും പ്രകടിപ്പിക്കുന്നു. പക്ഷേ തങ്ങൾക്ക് വേണ്ടി പണിത ഈ സ്വപ്നലോകത്തിൽ അതിൻ്റെ ഒരു അവിഭക്ത ഭാഗമായ കറുത്ത വർഗക്കാർക്ക് സ്ഥാനമില്ല എന്ന് തീരുമാനിക്കുകയെന്ന ചരിത്രപരമായ വിഡ്ഢിത്തം അവർ ചെയ്തു വെച്ചു. ഭരണത്തിൻ്റെയും സാമൂഹിക പദ്ധതിയുടെയും പ്രക്രിയകളിൽ നിന്ന് നൂറ്റാണ്ടുകളായി മാറ്റി നിർത്തപ്പെട്ട കറുത്തവരാകട്ടെ തങ്ങൾക്ക് അപ്രാപ്യമായിരുന്നതും ഇന്ന് കൈവശമായിരിക്കുന്നതുമായ ആ സ്വപ്നഭൂമിയുടെ അളവുകളും അതിരുകളും സങ്കീർണതകളും കൈകാര്യം ചെയ്യാൻ അറിയാതെ അതിനെ ജീർണിക്കാൻ അനുവദിക്കുന്നു. അല്ലെങ്കിൽ കറുത്ത സ്വേച്ഛാധിപതികൾ അതിനെ തട്ടിയെടുക്കുന്നു. വെള്ളക്കാർ ആഫ്രിക്കയിൽ നിർമ്മിച്ച പത്രത്തിൻ്റെ നിഷ്ഠൂരമായ ബാക്കി പത്രമാണിത്. പാതയെ മധ്യത്തിൽ രണ്ടായി വിഭജിക്കുന്ന കോൺക്രീറ്റ് തട്ടിയിലുടനീളം അലങ്കാര ചെടികളും പൂക്കളുമുണ്ട്. പക്ഷേ അവ ഇടമുറിഞ്ഞും വാടിയും താറുമാറായി നിൽക്കുന്നു. അപ്പാർത്തൈഡ് കാലത്ത് വീട്ടുമുറ്റത്തെ തോട്ടം പോലെ പരിരക്ഷിക്കപ്പെട്ടിരുന്നവയായിരുന്നു അവ എന്ന് അപ്പാർത്തൈഡിനെ ഹൃദയപൂർവ്വം എതിർക്കുന്ന തോമസ് മാത്യുവിനും സുഹൃത്തുക്കൾക്കും ചൂണ്ടിക്കാണിക്കേണ്ടി വന്നു. സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും കറുത്തവർ കൊടുക്കേണ്ടി വന്ന വിചിത്രമായ വില, ഏതാണ്ട് അതേ വില അരനൂറ്റാണ്ടായി കൊടുത്തുകൊണ്ടിരിക്കുന്ന നമുക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നിശ്ചലമായ തിരമാലകളെപ്പോലെ പരന്നുകിടക്കുന്ന താണകുന്നുകൾ, ചക്രവാളങ്ങളുടെ അതിവിദൂരത എപ്പോഴും കൺമുമ്പിൽ. പാതയിലൂടെ മുന്നോട്ട് നോക്കുമ്പോൾ ഒരേ വിധാനത്തിൽ 20ഉം 25ഉം കിലോമീറ്റർ അകലത്തേക്കാണ് നമ്മുടെ നോട്ടം പതിക്കുന്നത്. ചെറിയ കുന്നുകൾ കയറി മറിയുമ്പോൾ മാത്രമാണ് ചക്രവാളവുമായി ആകാശസീമ, ചക്രവാളം എന്നാൽ ആകാശസീമ എന്നാണ് അർത്ഥം. ഓക്കെ, ആകാശത്തിൻ്റെ അതിര്. ചെറിയ കുന്നുകൾ കയറി മറിയുമ്പോൾ മാത്രമാണ് ചക്രവാളവുമായി പാത കൂടിച്ചേരുന്ന വിദൂര ബിന്ദു കാഴ്ചയിൽ നിന്ന് മറയുന്നത്. ഭൂമിയുടെ അറ്റത്തേക്കെന്ന തോന്നലാണ് ആഫ്രിക്കൻ സമതലങ്ങളിലെ മഹാപാതകൾ നമ്മിൽ ഉണ്ടാക്കുന്നത്. ഉച്ചയോടെ ഞങ്ങൾ പോർട്ട് ഷെപ്സ്റ്റോൺ എത്തി. വെട്ടിത്തിളങ്ങുന്ന വെയിൽ. ഷെപ്സ്റ്റോൺ സമുദ്ര തീര ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞ പട്ടണമാണ്. ദക്ഷിണാഫ്രിക്കയിലെ സൂര്യപ്രകാശം വെയിൽ തേടുന്ന പാശ്ചാത്യ വിദേശ സഞ്ചാരികളുടെ ഇടയിൽ പ്രസിദ്ധമാണ്. പക്ഷേ സാധാരണയിൽ കവിഞ്ഞ അൾട്രാവയലറ്റ് വികിരണങ്ങളുള്ള വെയിലാണത്രേ ഇത്. മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ വെള്ളക്കാരുടെ ശരീരം പെട്ടെന്ന് പൊള്ളുന്നു. അൾട്രാവയലറ്റ് രശ്മികൾ ക്യാൻസറിനും കാരണമാക്കുന്നവയാണ്. വന്യതീരത്തിൻ്റെ മറ്റൊരു ശൈലിയിലുള്ള തുടർച്ചയാണ് ഷെപ്സ്റ്റോൺ തുടങ്ങിയ കടലോരങ്ങൾ. ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഉച്ചഭക്ഷണം കഴിച്ചു. പരമസുന്ദരിയായ വെള്ളക്കാരി യുവതിയാണ് വലിയ മീൻ ടാങ്കിൻ്റെ കാര്യസ്ഥ. ചെറിയാനും ഉണ്ണിയും തോമസ് മാത്യുവും കൂടി രുചിക്ക് പ്രസിദ്ധമായ മീനിനെ കയ്യിലെടുത്തു. സുന്ദരി ഒരു വല വീശി അതിനെ പിടിച്ചെടുത്ത് ഒരു മന്ത്രവാദിനിയെപ്പോലെ തിളങ്ങുന്ന വൻ കത്തി കയ്യിലെടുത്ത് അതിനെ വെട്ടി നുറുക്കി വൃത്തിയുള്ള കഷ്ണങ്ങളാക്കി ഞങ്ങളെ ഏൽപ്പിച്ചു. ഞങ്ങളതിനെ പുറത്തെ ബ്രായ് അഥവാ ബാർബിക്യൂവിൽ കൊടുത്ത് കാത്തിരുന്നു. താമസിയാതെ മന്ത്രവാദിനിയുടെ ഉറയിട്ട കൈകൾ ആവിഷ്കരിച്ച മീൻ പൊരിക്കപ്പെട്ട് ഞങ്ങളുടെ മുന്നിൽ ആവിർഭവിക്കുകയും ഞങ്ങളതിനെ മെല്ലെ മെല്ലെ ആസ്വദിക്കുകയും ചെയ്തു. എരിവിൻ്റെ കാര്യത്തിൽ ആഫ്രിക്കക്കാർ കറുത്തവരും വെളുത്തവരും
ഒരുപോലെ പിൻവലിയുന്നവരാണ്. എരിവ് ചേർക്കാൻ ഞങ്ങൾ പ്രത്യേകം ഏർപ്പാട് ചെയ്തിരുന്നതുകൊണ്ട് ഭക്ഷണം ഭംഗിയായി നടന്നു. ദർബനിലെ കറിയെന്ന് വെച്ചാൽ എരിവ്, വലിയ എരിവ്, ഏറ്റവും വലിയ എരിവ് എന്നാണ് അർത്ഥമെന്ന് ജോർജിയിലെ ജോൺ പറഞ്ഞതോർത്ത് ഞാൻ ഉള്ളാലെ പുഞ്ചിരിച്ചു. ഞങ്ങൾ ദർബനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ധാന്യവയലുകളും പുൽമേടുകളും കയറി കരിമ്പിൻ തോട്ടങ്ങളാണ് എങ്ങും. ഈ കരിമ്പിൻ തോട്ടങ്ങളിൽ പണിയെടുക്കാനാണ് 1860കളിൽ ഇന്ത്യൻ കരാർ ജോലിക്കാരെ ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകൂടവുമായി ഉണ്ടാക്കിയ ധാരണയിലൂടെ ഇവിടെ എത്തിച്ചത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹം എന്ന ഗ്രന്ഥത്തിൽ കാര്യമാത്ര പ്രസക്തമായി ഈ ചരിത്രം പരാമർശിക്കുന്നുണ്ട്. ഇംഗ്ലീഷുകാർ നറ്റാലിൽ കുടിപാർക്കുകയും അവർക്ക് സുളു വർഗ്ഗക്കാരിൽ നിന്ന് ചില ഒത്താശകൾ ലഭിക്കുകയും ചെയ്തു. പക്ഷേ തോട്ടങ്ങളിൽ പണിയെടുക്കാൻ സുളുകൾ വിസമ്മതിച്ചു. അതുകൊണ്ട് അവർ പണിക്കാരെ ലഭ്യമാക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചു. ആസൂത്രിതവും ശാസ്ത്രീയവുമായ കൃഷിയും കൃഷിപ്പണിയും ആഫ്രിക്കക്കാരുടെ ജീവിത സമീപനത്തിൻ്റെ ഭാഗമല്ല എന്ന വാസ്തവമാണ് ഗാന്ധിജി വക്കീൽ ഭാഷയിൽ ഒതുക്കി പറയുന്നത്. ഇന്നത്തെ ആഫ്രിക്കയിലെ അടിസ്ഥാന ഭക്ഷണമായ ചോളവും മേസും പോലും വന്നെത്തിയത് കോളനി കാലഘട്ടത്തിലാണ്. പ്രകൃതി തരുന്ന വിഭവങ്ങളിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ആഫ്രിക്കൻ ഗോത്രങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വെള്ളക്കാർ പിശാചായി മാറി. അവരുടെ മേൽ വമ്പിച്ച അക്രമങ്ങളും പീഡനങ്ങളും അടിച്ചേൽപ്പിച്ചു. കായ് പറിച്ചും കിഴങ്ങ് പുഴുങ്ങിയും മീൻ പിടിച്ചും വേട്ടയാടിയും ജീവിച്ചിരുന്ന കറുത്തവരെ അടിമക്കച്ചവടത്തിലെ ഉരുക്കളാക്കി മാറ്റി. അവരെ തെക്കൻ വടക്കൻ അതിർത്തികളിലെ തോട്ടങ്ങളിൽ എത്തിച്ചതിന് ശേഷമുണ്ടായ കൊടും ക്രൂരതകൾ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെയും ക്രിസ്തുമതത്തിൻ്റെയും മനുഷ്യചരിത്രത്തിൻ്റെയും ഏറ്റവും ലജ്ജാകരവും പാപപങ്കിലവുമായ സംഭവങ്ങളാണ്. പക്ഷേ കരാർ കൂലിക്കാരായി ഇന്ത്യയിൽ നിന്ന് കപ്പലിറങ്ങിയ ഗൗണ്ടർമാരും നായിഡുമാരും വർക്കിമാരും മേരിമാരും കൃഷിയിടങ്ങളിൽ ജനിച്ചു വളർന്നവരായിരുന്നു. നറ്റാൽ പ്രവിശ്യയിലെ തോട്ടങ്ങളിലേക്ക് അവർ കൂന്താലിയും മൺവെട്ടിയുമായി ഇറങ്ങി. അവിടെ പൊന്നു വിളയിച്ചു. അവർക്ക് വേണ്ടി വാദിക്കാനായിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന യുവ അഭിഭാഷകൻ പൊതുപ്രവർത്തനങ്ങളുമായി ആദ്യം രംഗത്തിറങ്ങിയത്. ദർബൻ നഗരപ്രാന്തങ്ങളിലെത്തിയതോടെ പഞ്ചസാര ഫാക്ടറികൾ കണ്ടു തുടങ്ങി. സമതലങ്ങളിൽ നിന്ന് പാത ചെറുകുന്നുകളിലൂടെയും താഴ്വരകളിലൂടെയും വളയാൻ തുടങ്ങി. വളരെ അകലെ നിന്ന് തന്നെ ആകാശത്തിലേക്ക് ഉയരുന്നതായി കണ്ടിരുന്ന പുകപടലം ഇപ്പോൾ അടുത്തെത്തി. കറുത്തു കൊഴുത്ത പുകയുടെ ഭീമാകാരമായ പിരിയൻ തൂണ് ആകാശത്തെ മുട്ടുന്നു. ഒരു കൂറ്റൻ ഫാക്ടറിയുടെ ഒരു വിഭാഗത്തിന് തീപിടിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഫാക്ടറിക്ക് തൊട്ടു മുൻപിലൂടെ കടന്നുപോയി. അഗ്നിശമന യന്ത്രങ്ങൾ ഓടി വരുന്നുണ്ട്. പുകയുടെ വൻ തൂണിൻ്റെ മേലറ്റം കാറ്റിലിളകുകയും പിരിയുകയും ചെയ്യുന്നത് കാണാം. താഴെ തീയെ തന്നെ മറയ്ക്കുന്ന കറുത്തിരുണ്ട തിങ്ങി വിങ്ങുന്ന ഒരു വൻ കോട്ട അത് സ്ഥാപിച്ചിരിക്കുന്നു. ഞങ്ങളുടെ നേരെ അതൊരു നിമിഷം പാഞ്ഞാൽ ഞങ്ങൾ ബാക്കിയുണ്ടാവില്ല. ഒരു നോട്ടം നോക്കി കിടിലം കൊണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ സ്ഥലം വിട്ടു. ദർബൻ്റെ പ്രൗഢി നമുക്ക് പ്രാന്തപ്രദേശങ്ങളിൽ എത്തുമ്പോൾ തന്നെ അനുഭവപ്പെട്ടു തുടങ്ങും. ഒരു മഹാനഗരത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എന്ന് വ്യക്തം. ആൾത്തിരക്കിൻ്റെ ഞെരുക്കമില്ല. പക്ഷേ നഗരവ്യക്തിത്വം തെരുവുകളിലും കെട്ടിടങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. ശക്തിയേറിയ ഒരു നഗരഹൃദയം നമ്മെ തൊട്ട് നിൽക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും. തോമസ് മാത്യു സംഘത്തിൻ്റെ പഴയ കാലം മുതൽക്കുള്ള താവളമായ ഇംബാല ഹോട്ടലിലേക്ക് ഞങ്ങൾ ദർബൻ്റെ വിശാല തെരുവുകളിലൂടെ നീങ്ങി. ഇതാണ് പാഠഭാഗം. ശ്രദ്ധയോടെ കേൾക്കുക. തീർച്ചയായിട്ടും എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരവും നിങ്ങൾക്ക് ഭംഗിയായിട്ട് എഴുതാൻ സാധിക്കും. കൂടാതെ അവസാനത്തിൽ കൊടുത്തിരിക്കുന്ന സഞ്ചാര സാഹിത്യത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതും കൊടുത്തത് വിശദമായിട്ട് കേട്ട് മനസ്സിലാക്കുക. ബുക്കിൽ എഴുതി സൂക്ഷിക്കുക.